ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ ഞങ്ങൾ താമസിച്ച് കഴിഞ്ഞിട്ട് കൊച്ചിന് ഇന്ന് ക്ലാസ്സിന് പോകണ്ട. അവൾക്കിന്ന് ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. 27-ാം തീയതി പഞ്ചിക്കാട്ട് അമ്പലത്തിൽ ഡാൻസ് പ്രോഗ്രാം കിട്ടിയിട്ടുണ്ടാകും. അപ്പം ഇന്നലെയും പോയി, ഇന്നും പോകും. ഒരു രണ്ട് കൂട്ടുകാരൊന്നിച്ചാൽ പോകുന്നത്. വേറൊരു കൊച്ചുണ്ട്, വലിയ കൊച്ച. അപ്പം അതിന് 2 വീലർ ഉള്ളതുകൊണ്ട് രണ്ടുപേരും പോകും. കുറിച്ച് വെച്ചാൽ ക്ലാസ്. അപ്പം രാവിലെ ഒരു പോകാൻ വേണ്ടി 9 ആകുമ്പോഴത്തേനും പോകണം. 9:00 10:00 10 മണിക്ക് പോകും. അപ്പം രാവിലെ എണ്ണീറ്റ് ചായ ഇട്ടു. ഇഡലി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി അരി അരച്ച് വെച്ചു. നോക്കിയില്ല ഇതുവരെ, ശരിയായിരുന്നു തോന്നി. പിന്നെ സാമ്പാർ എടുത്തല് കഞ്ഞിക്കുള്ള അടുത്ത് വെച്ചു. എന്നിട്ട് ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരിക്കും. അമ്മയ്ക്കും കൊടുത്തു. എൻ്റെ കൈ വയ്യാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കൈ ഇങ്ങനെ കെട്ടി വെക്കാതിരുന്നാൽ കൈക്കൊരു സപ്പോർട്ടില്ല. കെട്ടി വെച്ച് കഴിയുമ്പം ഇങ്ങനെ മടങ്ങി വെക്കും. അപ്പം ഈ ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ട് കാണിക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ അന്നേരം വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. വേദന ഉണ്ടോ എന്ന് ചോദിച്ചോണ്ടി, പുറത്തൊന്നും അല്ല വേദന. നീര് കൊണ്ടുകഴിയുമ്പോൾ ഇവിടൊക്കെ വേദനയാണ്. പക്ഷെ ഇതിനകത്ത് എവിടെയോ വേദന. ഇങ്ങനെ പിടിക്കുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റും. അരി എടുക്കരുത്. അരിയോ ഇട്ടിട്ട് ഇറങ്ങാനായിട്ട് അമ്മയാണോ ചായ കുടിക്കുന്നു. നീര് ചായ കുടിക്കാൻ വെച്ചാൽ ചായ എടുത്ത് വെച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ എന്നും ഓരോ വീഡിയോസ് എടുത്തിടും. പക്ഷെ എന്താണെന്നറിയത്തില്ല. അത് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എപ്പോഴും എല്ലാവരും വീഡിയോസ് കാണുന്ന പോലെ പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല. അത് ഇടാൻ തോന്നത്തില്ല. അപ്പോൾ ഒരു പേര് ചെയ്യും, അതിട്ടാൽ എങ്ങനെ ആയിരിക്കും. ശരിക്കും നമ്മളെ കൈക്ക് ഈ ചിലർക്കൊക്കെ വലത് കൈ, അല്ലെങ്കിൽ ചിലർക്ക് ഇടത് കൈയൊക്കെ ആയിരിക്കും വശം. നമുക്ക് ഏത് കൈയാണോ വശമുള്ള ആ കൈക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പാടില്ല. എനിക്ക് ഈ വലതേ കൈ വശം. ഇനിയപ്പം സാമ്പാറിന് കടുക് ഇറക്കണം. ഇതിലേക്ക് വെന്ത് കാണും. പിന്നെ ഈ കോവയ്ക്ക മെഴുകൊട്ടും കൂടെ വെച്ചാൽ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോവാം. കുറച്ച് കഴിയുമ്പോൾ അത് ഭയങ്കര ചൂടാണ്, നിൽക്കാൻ പറ്റുന്നില്ല. അടുക്കളയെ മുഖവശം ഇങ്ങനെ ചൂടുകൊണ്ട് പഴുത്ത് നമുക്ക് നിൽക്കാൻ പറ്റാതെ വരും. ഭീകരജീവിയെ നോക്കുന്നവരല്ല ചെല്ലും നോക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടില്ലേ? നോക്കാൻ പോവും. അതിനെ കുത്തിയിട്ടോ. ഇല്ല അമ്മ, ലീവാ. അവൾക്ക് ഇന്ന് ഡാൻസിന്റെ പ്രാക്ടീസ് ഉണ്ട്.
ശരിക്കും നല്ല വേദനയുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എനിക്കറിയത്തില്ല ഇങ്ങനെ പോയി എങ്ങനെയാവുന്നു. ശരിക്കും നല്ല ഇങ്ങനെ കയ്യിൽ പുറത്തൊന്നും അല്ല വേദന, കൈക്കകത്ത്. ഇതൊക്കെയാ പണ്ട് എല്ലാവരും പറയും, നമ്മൾ നേരത്തെയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ എൻ്റെയൊക്കെ പിന്നീടായിരുന്നു. സത്യം. കൊച്ചിലെയൊക്കെ നമ്മൾ വീഴുന്നതിൻ്റെയൊക്കെ നമുക്കൊരു 30 വയസ്സൊക്കെ കഴിയുമ്പോഴോ ഓരോ പ്രശ്നങ്ങളായിട്ട് ഇറങ്ങി വരുന്നത്. അയ്യോ അതുപോലെ അരിഞ്ഞില്ല. ഇപ്പം ഇത് എന്ത് വന്നു?
അപ്പോൾ എനിക്ക് ഒരു 28 കെട്ടൊന്നും ഉച്ച കഴിഞ്ഞ് അവന് പോവാണ്. അതുകൊണ്ട് നേരത്തെ ഇനി മെൽപ്പെട്ടി കൂടെ വെച്ചാൽ ജോലി തീർന്നു. ഇത് കുളിച്ച് റെഡിയായാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കൊച്ചിൻ്റെ കുഞ്ഞിൻ്റെ 28 മുത്തൂർ വെച്ച്.